Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSCB ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ബാങ്ക് എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം 100 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ആ 100 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് പോർഷനിൽ നിന്നും ചോദിക്കുന്നത്. അതിൽ കൂടുതലൊന്നും വരാറില്ല. അപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ചിലപ്പോൾ കെമിസ്ട്രിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ ബയോളജിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു CSCB എക്സാമിന്റെ പ്രത്യേകത 100 മാർക്കിൽ 70 മാർക്കും നിങ്ങൾക്ക് നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആണ് അല്ലെ, ബാങ്ക് ബേസ്ഡ് ആണ്. അതിന് ബാക്കിയുള്ള ഒരു 30 മാർക്കാണ് നമ്മൾ മാർക്കിനെ നിർണ്ണയിക്കുന്നത് അല്ലെ. നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്നത് ബാക്കിയുള്ള 30 മാർക്കാണ്. അതിൽ 10 മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷും 10 മാർക്ക് മാത്സും 10 മാർക്ക് GK ആണ്. അപ്പം ഇംഗ്ലീഷും മാത്സും നമുക്ക് പഠിച്ചെടുക്കാന്ന് വെക്കാം. ബാക്കിയുള്ള GK പോർഷൻസ് അത് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ആ ഒരു GK പോർഷൻസിൽ നിന്ന് മാർക്ക് എത്ര സ്കോർ ചെയ്യുന്നുണ്ടോ അത് നമ്മളെ റാങ്കിനെ നല്ലോണം ബാധിക്കുന്ന കാര്യമാണ് അല്ലെ. ഇപ്പൊ 1 മാർക്കിനൊക്കെ റാങ്ക് താഴോട്ടാവുന്ന കുറെ പേരുണ്ട്. അപ്പൊ GK പോർഷനിലെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നിന്നും സയൻസിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനി ഏതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ CCയുടെ CSCB ബാങ്ക് കോച്ചിങ്ങിനെ കുറിച്ച് അറിയാലോ. CCയുടെ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിങ്ങിലേക്ക് ധാരാളം റിസൾട്ട് വരുന്ന ഒരു ബാച്ചാണ് CC ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും റിസൾട്ട് നമുക്കിവിടെ കിട്ടാറുണ്ട്. നോക്കി, ഇതൊക്കെ ബാങ്കിലേക്ക് ജോലി കയറി റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ പേരും ലിസ്റ്റുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് ബാങ്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. നമ്പർ 892144300580 ആണ്. ഒന്നുകൂടെ പറയാം, 8921440580 ആണ് നമ്പർ. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ബാങ്ക് എക്സാമിന്റെ പ്രത്യേകത എന്താ? ആഴ്ചയിൽ എക്സാം നടക്കും. ഓരോ ബാങ്കിലേക്കായിരിക്കുമല്ലോ എക്സാം. അപ്പൊ ആഴ്ചയിൽ എക്സാം നടക്കുന്ന ആഴ്ചയിൽ ഇങ്ങനെ ഓരോ ആഴ്ചയും ഏകദേശം എല്ലാ ആഴ്ചയും എക്സാം ഉണ്ടാവും. അപ്പൊ ഒരു വർഷത്തിൽ 1000-ഓളം ഉദ്യോഗാർത്ഥികൾ എടുക്കാറുണ്ട് അല്ലെ. ടോട്ടൽ 1000-ഓളം പേരെ എക്സാം എഴുതി പാസ്സായി 1000-ഓളം ഉദ്യോഗാർത്ഥികളെ എടുക്കുന്ന ഒരു എക്സാം ആണ് ഈ എക്സാം. അപ്പോൾ ധാരാളം പേര് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ CC തന്നെയാണ്. അപ്പൊ CCയിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. While swimming, the swimmer pushes the water backwards. The water pushes the swimmer forward with the same force. Which Newtonian law of motion works here? അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ഒരാൾ സ്വിം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മുന്നോട്ടാണ് നീന്തി പോകുന്നതെങ്കിൽ അപ്പൊ നമ്മൾ സ്വിമ്മിങ് നടത്തുമ്പോൾ എന്താണ്, വെള്ളത്തെ ബാക്കിലേക്ക് പുഷ് ചെയ്യും അല്ലെ. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും? നമ്മളെ ആ ഒരു നീന്തുന്ന ആളെ മുന്നിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ ഇത് ന്യൂട്ടന്റെ ഏത് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ ആയിട്ട് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, നൺ ഓഫ് ദി അബോ, ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലോവർ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അതിൽ ഏറ്റവും എളുപ്പമുള്ള ലോ ഏതാണ്? തേർഡ് ലോ ഓഫ് മോഷൻ ആയിരുന്നു അല്ലെ, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്. ഇപ്പൊ തേർഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എവരി ആക്ഷൻ ദർ ഈസ് എ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും അവിടെ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു റിയാക്ഷൻ ഉണ്ടാവും. അതാണ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. തേർഡ് ലോ ഓഫ് മോഷൻ ആണ് ആൻസർ. അപ്പൊ അവിടെ സ്വിമ്മർ മുന്നിലേക്ക് പോകുമ്പോൾ ആ സെയിം ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സിൽ അവിടെ വാട്ടർ ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെക്കണം. ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ് അല്ലെ. ന്യൂട്ടൺസ് ലോ എന്നൊക്കെ പറയുന്നത് സയൻസിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് അബാൻഡന്റ് എലമെന്റ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അബാൻഡന്റ് ആയിട്ട് കാണുന്ന, ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എലമെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ടർ, ഓക്സിജൻ, കാൽഷ്യം, നൺ ഓഫ് ദി അബോ. ഏതായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ്? ഇവിടെ നോക്കിയേ, വാട്ടർ എന്ന് പറയുന്നത് എലമെന്റ് അല്ല, ഒരു കോമ്പൗണ്ട് ആണ്, H2O ആണ്. എലമെന്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്യുവർ സബ്സ്റ്റൻസിനെയാണ് എലമെന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെയാണ് വാട്ടർ ഉണ്ടാവുന്നത്, അതുകൊണ്ട് എലമെന്റ് അല്ല. ഇനി ഓക്സിജൻ ഒരു എലമെന്റ് ആണ്, O ആണ് സിമ്പൽ. കാൽഷ്യം എലമെന്റ് ആണ്, Ca ആണ് സിമ്പൽ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വെള്ളം ഏറ്റവും കൂടുതൽ ഉണ്ട്. അപ്പൊ വെള്ളം ഒഴിച്ചു നിർത്തിയാൽ എലമെന്റ് ആണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്.
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്സിജൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പോ നമുക്ക് മറ്റു ചില എലമെന്റ്സിന്റെ കേസ് നോക്കാം. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓക്സിജൻ ആണ്, നമ്മൾ പഠിച്ചു. ഇനി എർത്ത് ക്രസ്റ്റിൽ, ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഏതാണ്? അതും ഓക്സിജൻ ആണ്. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഓക്സിജൻ ആണ്. എർത്ത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഭൂവൽക്കം. അപ്പൊ ഈ ഒരു എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ, മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അലൂമിനിയം ആണ്. എലമെന്റ് ഓക്സിജൻ, മെറ്റൽ അലൂമിനിയം ആണ്. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ്, നമുക്ക് ചുറ്റും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് നൈട്രജൻ ആണ്. നൈട്രജൻ. ഇനി യൂണിവേഴ്സിൽ, പ്രപഞ്ചം എടുത്താൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രൈറ്റൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ്? ട്രൈറ്റൺ എന്ന് പറയുന്നത് ഏത് പ്ലാനറ്റിന്റെ സാറ്റലൈറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഗ്രഹത്തിന്റെ സാറ്റലൈറ്റ് ആണ്, ഉപഗ്രഹമാണ് ട്രൈറ്റൺ? സാറ്റേൺ, യുറാനസ്, മാർസ്, നെപ്റ്റ്യൂൺ. ഏതാണ് ആൻസർ? ട്രൈറ്റൺ എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന്റെ, നെപ്റ്റ്യൂണിന്റെ സാറ്റലൈറ്റ് ആണ് ട്രൈറ്റൺ. അപ്പോൾ മറ്റ് ട്രൈറ്റൺ എന്ന് പറയുമ്പോൾ നെപ്റ്റ്യൂണിന്റെ ആണ്. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആണ് എന്ത്? ട്രൈറ്റൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ സാറ്റലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് മറ്റു ചില സാറ്റലൈറ്റ്സ് നോക്കാം. നെപ്റ്റ്യൂൺസ് ലാർജസ്റ്റ് മൂൺ ഈസ് ട്രൈറ്റൺ. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ നാച്ചുറൽ സാറ്റലൈറ്റ്, അതാണല്ലോ മൂൺ എന്ന് പറയുന്നത്, അതാണ് ട്രൈറ്റൺ. നെപ്റ്റ്യൂൺസ് ലാർജസ്റ്റ് മൂൺ ഈസ് ട്രൈറ്റൺ. ഇനി സാറ്റേൺസ് ലാർജസ്റ്റ് മൂൺ ഈസ് ടൈറ്റാൻ. സാറ്റേണിന്റെ, ശനി ഗ്രഹത്തിന്റെ ലാർജസ്റ്റ് മൂൺ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഉപഗ്രഹം. അപ്പോൾ മൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയാം. അപ്പോൾ നാച്ചുറൽ സാറ്റലൈറ്റ് മൂൺ എന്ന് വെച്ചിട്ടാണ് പറയാം. അപ്പോൾ സാറ്റേൺസ് ലാർജസ്റ്റ് മൂൺ ഈസ് ടൈറ്റൺ. ലാർജസ്റ്റ് മൂൺ ടൈറ്റാൻ ആണ്, ടൈറ്റാൻ. ഇനി യുറാനസ് ലാർജസ്റ്റ് മൂൺ ഈസ് ടൈറ്റാനിയ. യുറാനസിന്റെ ഏറ്റവും വലിയ നാച്ചുറൽ സാറ്റലൈറ്റ് എന്താണ്? ടൈറ്റാനിയയാണ്. അപ്പൊ നാച്ചുറൽ സാറ്റലൈറ്റ് തന്നെയാണ് മൂൺ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ നെപ്റ്റ്യൂണിന്റെ വലിയ ഏറ്റവും ലാർജസ്റ്റ് മൂൺ എന്ന് പറയുന്നത് ട്രൈറ്റൺ ആണ്. സാറ്റേൺസ് ലാർജസ്റ്റ് മൂൺ ടൈറ്റാൻ ആണ്. അതേപോലെ യുറാനസിന്റെ ലാർജസ്റ്റ് മൂൺ എന്ന് പറയുന്നത് ടൈറ്റാനിയയാണ്. അപ്പൊ ഇത് മൂന്നും തമ്മിൽ മാറിപ്പോവാതിരുന്നാൽ മതി. ഇപ്പൊ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു 3 ഉപഗ്രഹങ്ങളെ കൊടുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസ് ആർ ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഡ്യൂറിംഗ് റെയിനി സീസൺ ബിക്കോസ് ഓഫ് എൻഡോസ്മോസിസ്, എക്സോസ്മോസിസ്, ഇംബിബിഷൻ, ട്രാൻസ്പിരേഷൻ. എന്തായിരിക്കും ആൻസർ? വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസ്. വുഡൻ ഡോർസും വിൻഡോസും നമുക്ക് റെയിനി സീസണിൽ അടക്കാൻ പ്രയാസമായിരിക്കും, ക്ലോസ് ചെയ്യാനൊക്കെ പ്രയാസമാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ റെയിനി സീസണിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ വാട്ടറിനെ അബ്സോർബ് ചെയ്യും, അപ്പൊ അത് വീർത്തു വരും. വാട്ടറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. ഇങ്ങനെ സോളിഡ് പാർട്ടിക്കിൾസ്, സോൾഡ് ആണല്ലോ വുഡൻ ഡോർസും വിൻഡോസും എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ഈ സോളിഡ് പാർട്ടിക്കിൾസ് വാട്ടർ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ വീർക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, പ്രതിഭാസമാണ് ഇംബിബിഷൻ എന്ന് പറയുന്നത്. ഇംബിബിഷൻ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഇംബിബിഷൻ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ എലമെന്റ്, ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫോളോയിങ് ആർ സം സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഹൈഡ്രജൻ. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ്. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ആണ്. ഈ KMnO4 ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. കണ്ടോ, പൊട്ടാസ്യം, മാംഗനീസ്, ഓക്സിജൻ, ഇത് മൂന്നുമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ഉള്ളത്. അതിൽ ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് എന്ന് പറയുന്ന ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ളതിൽ തെറ്റാണ്. ഓക്സിജൻ ആണ് ഹീറ്റ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് അല്ല പുറത്തു വരുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഹൈഡ്രജനെ കുറിച്ച് തെറ്റാണ്. ഇനി എലമെന്റ്സ് വിത്തൗട്ട് ന്യൂട്രോൺ. ന്യൂട്രോൺ ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആൻസർ ആണ്. ന്യൂട്രോൺ കാണപ്പെടാത്ത ഒരേ ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. അപ്പൊ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എടുത്താൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ 1 ആണ്. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് അറ്റോമിക് നമ്പർ എഴുതുന്നത്. അതേപോലെ മാസ് നമ്പറും 1 ആണ്. മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മേലെയായിട്ടാണ് എഴുതുക. അപ്പൊ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാലാണ് ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടുന്നത്. മാസിൽ നിന്നും അറ്റോമിക് നമ്പർ കുറക്കണം. അപ്പൊ 1 - 1 = 0 ആണ് ന്യൂട്രോൺസിന്റെ എണ്ണം. ന്യൂട്രോൺസിന്റെ എണ്ണം 0 ആണ്. അപ്പോൾ എലമെന്റ്സ് വിത്തൗട്ട് ന്യൂട്രോൺ എന്ന് പറയുന്നത് ഹൈഡ്രജനെ കുറിച്ച് ശരിയായതാണ്. അപ്പൊ ഹൈഡ്രജൻ റിലേറ്റ് ചെയ്യുമ്പോൾ ശരിയായ ഓപ്ഷൻ ആണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ നോക്കാം. ദ മോസ്റ്റ് അബാൻഡന്റ് ഗ്യാസ് ഇൻ വീനസ് അറ്റ്മോസ്ഫിയർ.
വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അല്ല. അപ്പൊ ഇതും തെറ്റാണ്. ഏത് ഗ്യാസ് ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2 ഗ്യാസ് ആണ് വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. CO2 ഗ്യാസ് ആണ്. അപ്പോൾ അതും തെറ്റ് ഓപ്ഷൻ ആണ് അല്ലെ. ഇനി എലമെന്റ്സ് പ്രസന്റ് ഇൻ ഓൾ ആസിഡ്സ് ആർ ഹൈഡ്രജൻ. അപ്പൊ അത് കറക്റ്റ് ആണ്. ഹൈഡ്രജനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് 4th വൺ. അപ്പൊ 1ഉം 3ഉം ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പിക്ക് കൊടുത്ത റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ വരും. 1 and 3 ആണ് ആൻസർ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ 1 and 3 ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The major chemical substance contained in the indelible ink being used in election polls. നമ്മുടെ കയ്യിൽ ഇലക്ഷന് വോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ക് യൂസ് ചെയ്യുന്നില്ലേ? ദേ ഈ ഇങ്കിൽ അടങ്ങിയിരിക്കുന്ന മേജർ സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു വോട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഇങ്കിലെ മേജർ കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സിൽവർ നൈട്രേറ്റ്, സിൽവർ ഓക്സൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അമോണിയം നൈട്രേറ്റ്, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിൽവർ നൈട്രേറ്റ് ആണ് ആൻസർ. അപ്പൊ സിൽവർ നൈട്രേറ്റ് ആണ് മേജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇങ്കിലേക്ക് മേജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. മേജർ കമ്പോണന്റ് ഇൻ ദ ഇങ്ക് ഈസ് സിൽവർ നൈട്രേറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൗ മിൽക്ക് ഈസ് സ്ലൈറ്റ്ലി യെലോയിഷ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻ? കൗ മിൽക്ക് യെലോയിഷ് ആവാൻ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ലാക്ടോസ്, കരോട്ടീൻ, ബ്യൂട്ടൈറിക് ആസിഡ്, വിറ്റമിൻ. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കരോട്ടീൻ ആണ് ആൻസർ. കൗ മിൽക്കിന് കുറച്ചൊരു യെലോയിഷ് കളർ കിട്ടാനുള്ള റീസൺ കരോട്ടീൻ ആണ്. അതുകൂടാതെ കൗ മിൽക്കിലുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ, കൗ മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കേസിൻ ആണ്. കേസിൻ പ്രോട്ടീൻ ആണ് കൗ മിൽക്കിൽ കാണുന്നത്. ഇതുകൊണ്ടാണ് വൈറ്റ് കളർ മിൽക്കിനുള്ളത്. മിൽക്കിന് വൈറ്റ് കളർ കിട്ടാൻ കാരണം കേസിൻ ആണ്. ഈ ഒരു പ്രോട്ടീൻ ആണ് പശുവിന്റെ പാലിൽ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following which is not a hereditary disease? താഴെ തന്നവയിൽ ഏതാണ് ഹെറിഡിറ്ററി ഡിസീസ് അല്ലാത്തത്? ഹെറിഡിറ്ററി ഡിസീസ് അല്ലാത്തത് ഏതാണ്? ഹിമോഫീലിയ, ടൈഫോയിഡ്, സിക്കിൾ സെൽ അനീമിയ, ക്ലിനഫെൽറ്റേഴ്സ് സിൻഡ്രോം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടൈഫോയിഡ് നമുക്കറിയാം, അതൊരു ഹെറിഡിറ്ററി ഡിസീസ് അല്ല. ബാക്കിയൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഡിസീസാണ്. അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടാത്ത ഡിസീസാണ് ടൈഫോയിഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടാൽ കുറച്ച് മനസ്സിലാവും അല്ലേ. ഇനി നെക്സ്റ്റ് വൺ. വിച്ച് among the following is not a ബയോമോളിക്യൂൾ? താഴെ തന്നവയിൽ ബയോമോളിക്യൂൾ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോഡിയം ക്ലോറൈഡ്, വിറ്റമിൻ, കാർബോഹൈഡ്രേറ്റ്, ന്യൂക്ലിക് ആസിഡ്. ഇതിൽ സോഡിയം ക്ലോറൈഡ് NaCl ആണ്. ഇത് മിനറൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. സോഡിയവും ക്ലോറിനും ഇതൊരു സാൾട്ട് ആണ്. ഇനി വിറ്റമിൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ന്യൂക്ലിക് ആസിഡ് ആണെങ്കിലും ഒക്കെ ബയോമോളിക്യൂൾസ് ആണ്. നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ന്യൂക്ലിക് ആസിഡ് ഇതൊക്കെ ബയോമോളിക്യൂൾസ് ആണെന്ന് പറയാം. ബാക്കി സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ബയോമോളിക്യൂൾ അല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബയോമോളിക്യൂൾ അല്ലാത്തത് സോഡിയം ക്ലോറൈഡ് ആണ്. ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആസിഡ് പ്രസന്റ് ഇൻ ദ ഷെൽ ഓഫ് കാഷ്യൂ നട്ട്. കാഷ്യൂ നട്ടിന്റെ ഷെല്ലിൽ കാണുന്ന ആസിഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കാഷ്യൂ നട്ടിന്റെ ഷെൽ അറിയാലോ, അതിൽ കാണുന്ന ആസിഡ് മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, അനക്കാഡിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. ഏതാണ് ആൻസർ? മാലിക് ആസിഡ് ആപ്പിളിൽ കാണുന്ന ആസിഡ് ആണ്. സിട്രിക് ആസിഡ് സിട്രസ് ഫ്രൂട്ട്സ് ആയ ലെമണിലും അതേപോലെ ഓറഞ്ചിലൊക്കെ കാണുന്ന ആസിഡ് ആണ്. ഇനി ഓക്സാലിക് ആസിഡ് തക്കാളിയിലൊക്കെ കാണുന്ന ആസിഡ് ആണ്. അപ്പൊ അനക്കാഡിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അനക്കാഡിക് ആസിഡ്. അപ്പൊ നമുക്ക് ചില ആസിഡ്സ് നോക്കാം. ലെമണിലും ഓറഞ്ചിലൊക്കെ കാണുന്ന ആസിഡ് ആണ് സിട്രിക് ആസിഡ്. അതേപോലെ ടാമറിൻഡ് പുളിയിൽ കാണുന്ന ആസിഡ് ആണ് ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ കാണുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ കാണുന്നത്. ടൊമാറ്റോയിൽ ഓക്സാലിക് ആസിഡും അമ്ല എന്ന് പറയുമ്പോൾ നെല്ലിക്ക. ഗൂസ്ബെറിയിൽ കാണുന്ന ആസിഡ് ആണ് അസ്കോബിക് ആസിഡ്. ഈ അസ്കോബിക് ആസിഡിനെ വിറ്റമിൻ സി എന്നും പറയും. വിറ്റമിൻ സി ആണ് അസ്കോബിക് ആസിഡ്. ഇനി മിൽക്ക്, കേർഡ് ഇതിലൊക്കെ കാണുന്ന ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. മിൽക്കിലും കേർഡിലൊക്കെ കാണുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ടീ ലീവ്സ് ഇല്ലേ, ചായപ്പൊടിയിലൊക്കെ കാണുന്ന ആസിഡ് ആണ് ടാനിക് ആസിഡ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ചില ആസിഡ്സ് ആണ് പറഞ്ഞത്. ആസിഡ് കാണുന്ന സബ്സ്റ്റൻസും ആണ് പറഞ്ഞത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർ ഈസ് ദ ടിബിയ ബോൺ ഫൗണ്ട് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ എവിടെയാണ് ടിബിയ ബോൺ കാണുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹെഡ്, ബി തൈ, സി ലോവർ ലെഗ്, ഡി ഹാൻഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. ലോവർ ലെഗിൽ കാണുന്ന ബോൺ ആണ് ടിബിയ ബോൺ. ലോവർ ലെഗിൽ കാണുന്ന ബോൺ ആണ് ടിബിയ ബോൺ. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള സയൻസ് GK പോർഷനിൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് വിറ്റമിൻസ്. വിറ്റമിൻസിനെ പറ്റി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ വിറ്റമിൻ ഡെഫിഷ്യൻസി, വിറ്റമിന്റെ മറ്റു പേരുകൾ, വിറ്റമിൻ എ, ബി, സി, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ നെയിംസും കെമിക്കൽ നെയിംസും അതേപോലെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ പഠിച്ച് ഇപ്പൊ രോഗങ്ങളെ പറ്റി അറിഞ്ഞിരിക്കാം. ഇപ്പൊ ടൈഫോയിഡ് രോഗം അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അല്ലെ? അതേപോലെ രോഗങ്ങളും രോഗകാരികളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഈ സയൻസ് പോർഷനിലാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ CSEB ജോലി സ്വപ്നം കാണുന്നവർക്കാണെങ്കിൽ CC ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാൻ പറ്റും. ധാരാളം റിസൾട്ടുകൾ കിട്ടുന്ന ഒരു കോഴ്സാണ് ഈ CSEB ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോഴ്സസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ബാച്ച് സ്റ്റാർട്ടിംഗ് ആണ്, എക്സാം ബാച്ച് സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് സിലബസ് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ഓൺലൈൻ സെഷൻസും എക്സ്ക്ലൂസീവ് മെന്റർഷിപ്പ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതേപോലെ മോക്ക് എക്സാംസും ഫ്രീ PDF ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും നല്ല മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. ഇപ്പൊ മെന്റർ ആയിട്ടുള്ള ഒരു സർ ആണെങ്കിൽ തലേ ദിവസം നിങ്ങളോട് ഇന്ന് പോർഷൻസ് പഠിക്കാൻ പറയും. അത് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ആപ്പിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാൻ പറ്റും. ആ ആപ്പിൽ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ വന്നിട്ട് ആ ടോപ്പിക്കിന്റെ തന്നെ ലൈവ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടായതിനു ശേഷമാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. കൂടുതൽ റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ലൈവ് ക്ലാസ്സിലൂടെ പിറ്റേ ദിവസം പഠിക്കും. അപ്പൊ എത്രത്തോളം നമുക്ക് എക്സാം പഠിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് CC ഇവിടെ നിങ്ങൾ മുന്നിൽ എത്തുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8921440580 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ CCയുടെ കൂടുതൽ കോഴ്സിനെ പറ്റിയും കോഴ്സസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ മോക്ക് ടെസ്റ്റുകൾ ധാരാളം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യനൊക്കെ ചെയ്തു നോക്കാനായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് എക്സാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Download now CC Learning app.